ഇപ്പൊ ലോകത്ത് ഇന്ന് നടക്കുന്ന വലിയൊരു ചരിത്രത്തിന്റെ ഭാഗമായ, ചരിത്ര പഠനത്തിന്റെ ഭാഗമായ, ആന്ത്രോപോളജിക്കൽ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടുള്ള ഒരു ശ്രമം, ആർക്കിയോളജിസ്റ്റുകൾ ഈ പിരമിഡിന്റെ അകത്തു നിന്നും മമ്മി പുറത്തെടുത്തിട്ട് അത് പരിശോധിക്കുന്ന കൂട്ടത്തിൽ കുറെ താളിയോലകൾ ഉണ്ടാകും. താളിയോലകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, അതേപോലെ കടലാസിൽ എഴുതുന്നു എന്നൊക്കെ പറഞ്ഞതുപോലെ അന്ന് ഈ താളിയോലയിലാണ് എഴുതുക. എല്ലിന്റെ പുറത്ത് എല്ലുമ്മലും കല്ലുമ്മലും താളിയോലയൊക്കെയാണ് എഴുതാറുള്ളത്. അപ്പൊ ഈ ബോക്സിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന താളിയോലകളുടെ ഭാഷ ഇന്നത്തെ ഭാഷയായിരിക്കില്ല. 3000-4000 കൊല്ലം മുമ്പുള്ള ലിപികളാണ്. അപ്പൊ അതിനെ ഇന്നത്തെ ഭാഷയിലേക്ക് വായിക്കുക എന്നുള്ള ശ്രമകരമായ ഒരു ജോലി, വളരെ അധ്വാനം നിറഞ്ഞ ജോലിയാണ്. അത് ലോകത്ത് നടക്കുന്നുണ്ട്. അപ്പൊ ഈജിപ്തിലെ ഈ താളിയോലയിൽ ആലേഖനം ചെയ്യപ്പെട്ട ലിപികളുടെ ഭാഷ ഹീറോഗ്ലിഫിക് ലാംഗ്വേജ് കുടുംബത്തിൽ വരുന്ന ഭാഷ. ജസ്റ്റ് അത് ഗൂഗിൾ ചെയ്താലൊക്കെ മനസ്സിലാവും. കുറെ ചിഹ്നങ്ങളായിരിക്കും, ചതുരം, ത്രികോണം, വൃത്തം, അതിന്റെ ഉള്ളിൽ കുറെ കുത്ത്, കുറി, കോമ. അപ്പൊ അത് ഒരുപാട് ഇന്റർമീഡിയറ്റ് ലാംഗ്വേജുകളിലേക്ക് മാറ്റി ഇന്നത്തെ ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവരണം. കൂട്ടത്തിൽ ഒരു താളിയോല വായിക്കപ്പെട്ടു. ആ താളിയോല 2017 വായിക്കപ്പെട്ടത്. 2017 ഇപ്പോൾ ആവറ്റ ആൾക്കാരുടെ പേരൊന്നും പ്രസക്തിയില്ല. അത് വായിച്ചു നോക്കുമ്പോൾ അതിലെന്താ ഉള്ളത്? ഈജിപ്തിലെ ഭരണാധികാരിയായിരുന്ന റംസീസ് രണ്ടാമനോട് കൊട്ടാരത്തിലെ കവികൾ മുഖസ്തുതിയായി പാടി. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണം. ഇത്തരം താളിയോലയിൽ നിന്ന് വായിക്കാൻ പറ്റുന്ന ശ്ലോകങ്ങൾ എന്താണ് എന്ന് മുഴുവനും റെക്കോർഡായി എന്ന് വായിക്കാൻ കിട്ടും. പിരമിഡ് അട്രൻസ് എന്ന് ജസ്റ്റ് ഒരുപാട് സൈറ്റുകളുണ്ട്. അട്രൻസ് എന്ന് പറഞ്ഞ ഉദ്ധരണികൾ, ശ്ലോകങ്ങൾ, മൊഴികൾ. ഈ പിരമിഡിൽ രേഖപ്പെടുത്തപ്പെട്ട മൊഴികൾ, ആ കൂട്ടത്തിൽ ഞാൻ ഈ പറയുന്നതും കാണാം. പിരമിഡ് അട്രൻസ് 1365, വേഴ്സ് നമ്പർ 553. എന്താ അറിയോ? ഈജിപ്തിലെ ഭരണാധികാരിയായ റംസീസ് രണ്ടാമനോട് കൊട്ടാരത്തിലെ കവികൾ മുഖസ്തുതി പറഞ്ഞു. അന്നൊക്കെ കൊട്ടാരത്തിൽ, ഇന്നും അറിയാലോ, കൊട്ടാരത്തിൽ രാജാവിന്റെ മുഖസ്തുതി പറഞ്ഞ് അവരെ സുഖിപ്പിച്ച് പൊന്നും പട്ടും പവിഴവും സ്ഥാനവും ഒക്കെ ആയി പോകുന്ന കൊട്ടാര വിദൂഷകന്മാർ, അതേപോലെ കവികളൊക്കെ ഉണ്ടാകും. ഈ കൊട്ടാര കവികൾ ഫിറഔനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. നിങ്ങളൊക്കെ മരണപ്പെട്ടാൽ ആകാശം കരയും, നിങ്ങളൊക്കെ മരണപ്പെട്ടാൽ ഭൂമിയും കരയും. പിരമിഡ് അട്രൻസ് 1365, വേഴ്സ് നമ്പർ 553. എന്താ? The sky will weep for thee, the earth will tremble for thee, the most awaited one. ഇതാണ് ആ ശ്ലോകം. ഇതിന്റെ അർത്ഥമാണ് ഞാൻ ഈ പറഞ്ഞത്. The sky will weep for thee, ആകാശം താങ്കൾക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കും. The earth will tremble for thee, ഭൂമി നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞു വിറക്കും. The most awaited one, മരണപ്പെട്ടാലും തിരിച്ചു വരുമെന്ന് മറ്റുള്ളവരാൽ പ്രതീക്ഷിക്കപ്പെടുന്നവരിൽ ഒന്നാമനെ. നമ്മളെ വലിയ വലിയ നേതാക്കന്മാരൊക്കെ മരണപ്പെട്ടാൽ പത്രക്കാരൊക്കെ ചിലപ്പോൾ സെൻസേഷണൽ സ്റ്റോറി എഴുതൂലേ? ശ്മശാനമുഖമായിരുന്നു, ഇരുണ്ട അന്തരീക്ഷമായിരുന്നു, ഇല പോലും അനങ്ങിയില്ല. മെറ്റഫറിക്കലി പറയാലോ, ആലങ്കാരികമായി. അതേപോലെ ഒരു കാര്യമാണ് കവികൾ പറഞ്ഞത്. നിങ്ങൾ മരിച്ചാൽ ആകാശം കരയും. കാരണം നിങ്ങളുടെ നഷ്ടം ഈ ലോകത്തിന്റെ നഷ്ടമാണ്, പ്രകൃതിയുടെ, പ്രപഞ്ചത്തിന്റെ നഷ്ടമാണ്. അപ്പൊ ആകാശം തന്നെ കരയും. നിങ്ങൾ മരണപ്പെട്ടാൽ ഭൂമിയും കരയും. കാരണം നിങ്ങളെപ്പോലെ ഒരാൾ ഭൂമിയിൽ ഇല്ലല്ലോ. അത്രയും പ്രധാനിയല്ലേ, നേതാവല്ലേ. നിങ്ങൾ മരിച്ചാൽ ആൾക്കാർ കാത്തിരിക്കും, നിങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന്. ഇതാണ് മുഖസ്തുതിയായി പാടിയത്. ഇങ്ങനെ ഫിർഔന്റെ മുഖത്ത് നോക്കി ഫിർഔന്റെ കൊട്ടാര കവികൾ പാടിയിരുന്നു എന്ന് 2017 മുമ്പ് ലോകർക്കറിയില്ലായിരുന്നു. നമ്മുടെ കാലത്താണ് ഇത് പുറത്തു വന്നത്. ഇത് BC-യിലാണ് എന്ന് പറഞ്ഞാൽ ഈസാ അലൈഹിസ്സലാം ജനിക്കുന്നതിന്റെ മുമ്പാണ് ഈ താളിയോലയിലൊക്കെ എഴുതപ്പെട്ടത്. പക്ഷെ ഇതൊന്നും അറിയാതെ മദീനയിൽ വിശുദ്ധ ഖുർആനുമായി വന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഫിർഔനിന്റെ തകർച്ചയും മരണവും പരാമർശിക്കുന്ന ഭാഗമെത്തിയപ്പോൾ ഖുർആൻ പറയുകയാണ്, ഫമാ ബഖത് അലൈഹിമുസ് സമാ. ഫിർഔൻ മരിച്ചാൽ ആകാശം കരയുമെന്നാണ് 3000 കൊല്ലം മുമ്പ് കവികൾ പറഞ്ഞത്. പക്ഷേ ഫമാ ബഖത് അലൈഹിമുസ് സമാ, ഫിർഔൻ നശിച്ചപ്പോൾ ആകാശം അറിഞ്ഞതേ ഭാവിച്ചില്ല, ഒരു തുള്ളി പോലും കരഞ്ഞില്ല. വൽ അർളു, ഫിർഔൻ മരിച്ചാൽ ഭൂമിയും കരയും എന്നാണ് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് കവികൾ പറഞ്ഞത്. പക്ഷേ വൽ അർളു, ഭൂമിയും കരഞ്ഞില്ല, ഭൂമിയും വറച്ചില്ല. നേരെ ചൊവ്വയാണ്. The sky will weep for thee, കവി. ഫമാ ബഖത് അലൈഹിമുസ് സമാ, അല്ലാഹ്. The earth will tremble for thee, കവി. വൽ അർളു, ഖുർആൻ. The most awaited one, കവി. ഫമാ കാനൂ മുൻദരീൻ, ആരും അവരെ കാത്തിരുന്നില്ല, വിശുദ്ധ ഖുർആൻ. ചിലപ്പോൾ നിങ്ങൾക്ക് കുറെ ആളുകൾക്ക് ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇതിൽ ആകെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ അറിയോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ്, 1000 ആണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ചരിത്രം. ആ ചരിത്രത്തിന്റെ രേഖകൾ നാം അനുഭവത്തിൽ കാണുന്നതിനും എത്രയോ മുമ്പ് കൃത്യമായി ലോകത്തോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതെങ്ങനെ സാധിച്ചു? നമ്മൾ ഇസ്ലാമിന്റെ അകത്തൊന്നും വരാതെ ന്യൂട്രലായിട്ട് ആലോചിച്ചു, ന്യൂട്രലായിട്ട് ചിന്തിച്ചു. ഏതെങ്കിലും അർത്ഥത്തിൽ സന്ദേഹത്തിന്റെയും സംശയത്തിന്റെയും നേരിയ ഒരു അംശം ഇതൊക്കെ ഉള്ളത് തന്നെയാണോ? ഇത് കുറെ ഒരു വഴിപാട് പോലെ ഇങ്ങനെ കുറെ ആൾ പറയുന്നു, ചെയ്യുന്നു, കൊണ്ട് നടക്കുന്നു, കുറെ അന്ധവിശ്വാസങ്ങളൊക്കെ അല്ലേ എന്നൊക്കെ ഏതെങ്കിലും ഒരു മനസ്സിൽ ഒരു നേരിയ സന്ദേഹത്തിന്റെ ഒരു ലാഞ്ചന പെട്ടുപോയ ആളുകൾ ഉണ്ടെങ്കിൽ വിനയാന്യതമായി അവരോട് അപേക്ഷിക്കട്ടെ, ന്യൂട്രലായിട്ട് ആലോചിച്ചു പോകും. ഇതിപ്പോ എങ്ങനെ നടക്കുന്നു, എങ്ങനെ സാധിക്കുന്നു? 3000 കൊല്ലം മുമ്പ് ലോകത്ത് നടന്നൊരു കാര്യം 2017 ലോകം മനസ്സിലാക്കിയ ഒരു കാര്യം ക്രിസ്തബ്ദം 600കളിൽ ലോകത്തോട് പറയാൻ സാദിഖുൽ വഅദുൽ അമീനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എങ്ങനെ സാധിച്ചു? ഉറപ്പാണ്, യാതൊരു സംശയവുമില്ല. ബാങ്കിന്റെ സമയം, മഴാന്റെ ഇരട്ടല്ലേ. സ്വമേധയാ ആലോചിച്ചാവിഷ്കരിച്ച് ഖുർആൻ പറയുകയായിരുന്നില്ല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാലവും ശാസ്ത്രവും എത്ര മുന്നോട്ട് പോകുന്നുവോ അതിനനുസരിച്ചുകൊണ്ട് ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റുന്ന കുറെ പൊരുളുകളുണ്ട്. ഞാൻ വേറൊരു